ഗുഡ് മോർണിംഗ് ഗായ്സ്. AC 3 ടയർ കോച്ചാണ്. അതായത് ഒരു സൈഡിൽ 3 ആൾക്കാർക്ക് കിടക്കാൻ സാധിക്കുന്നതാണ്. നല്ല കമ്പാർട്ട്മെൻറ്റ്, നമുക്കൊരു CCTV ക്യാമറ സെക്യൂരിറ്റി ഉണ്ട്. ദെൻ നമുക്ക് മൊബൈൽ ലാപ്ടോപ്പ് എല്ലാം ചാർജ് ചെയ്യാനുള്ള പോർട്സ്. പിന്നെ ഒരു കേർട്ടൻ നമുക്കുണ്ട്. യു ക്യാൻ സീ ഔട്ട്സൈഡ്. ഇപ്പോൾ ഇരിക്കുന്ന ട്രെയിൻ വളരെ വേഗത്തിലാണ് പോകുന്നത്. ഇതെല്ലാം ബാംഗ്ലൂർ ഔട്ട്സ്കേർട്സാണ്. എന്നാൽ നമ്മൾ രണ്ടാമത്തെ ദിവസം ബാംഗ്ലൂർ എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് ഒരു 150 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മൈസൂർ എത്താൻ പറ്റും. ഇവിടുത്തെ ഡെവലപ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ അൺബിലീവബിളാണ്. ക്യാച്ച് യു ഇൻ മൈസൂർ. ഓക്കെ, ഇത് ഞാൻ താമസിക്കുന്ന ലൂസിയ ഹോട്ടലിൻ്റെ ലോബിയാണ്. ദസറയുടെ പ്രോഗ്രാംസാണ്. യൂത്ത് വിങ് ചെയ്യുന്ന ആൾക്കാരുടെ പ്രോഗ്രാംസാണ് ആഡ് കൊടുത്തത്. ഗൈസ്, ഞാനിപ്പോൾ നിൽക്കുന്നത് റെയിൽവേ മ്യൂസിയമാണ് മൈസൂരിൽ. ടിക്കറ്റ് എടുത്ത് കാണാനുള്ള സംഭവമാണ്. എനിക്ക് ടിക്കറ്റ് കൗണ്ടറിലോട്ട് പോവുകയാണ്. ഒരു പഴയ ട്രെയിനിൻ്റെ മോഡലൊക്കെ വെച്ചിട്ടുണ്ട്. മൈസൂർ റെയിൽ മ്യൂസിയം. ഗൈസ്, ഇതാണ് ടോയ് ട്രെയിനിൻ്റെ ടിക്കറ്റ്. ടോയ് ട്രെയിൻ ഇതാ വരുന്നുണ്ട്. ഗൈസ്, ടിക്കറ്റ് ചെക്ക് ചെയ്യുന്നതും ട്രെയിൻ ഓടിക്കുന്ന ലോക്കോമോറ്റീവ് പൈലറ്റും എല്ലാം ഒരാൾ തന്നെയാണ്. നമുക്ക് ടിക്കറ്റ് പുള്ളിയെ ഏൽപ്പിക്കാം. ഒരാൾ മാത്രമാണ് ഇവിടെ ടിക്കറ്റ് എടുക്കാനുള്ളതും വാങ്ങിക്കാനുള്ളതും കൊടുക്കാനുള്ളതും എല്ലാം. അദ്ദേഹത്തിന് ടിക്കറ്റ് കൊടുത്തോണ്ടിരിക്കുകയാണ്. സർ നെയിം? ശ്രീനിവാസ്. അദ്ദേഹത്തിൻ്റെ പേര് ശ്രീനിവാസ് എന്നാണ്. ഗായ്സ്, ട്രെയിൻ എടുത്തിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് എൻ്റെ ടോയ് ട്രെയിനിൽ കയറുന്നത്. മച്ച് എക്സൈറ്റഡ്. ട്രെയിനിന് ഒരു ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള ഈ ട്രെയിൻ മ്യൂസിയം മുഴുവൻ കാണാൻ സാധിക്കും. ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ. കുട്ടികൾക്ക് കളിക്കാനുള്ളൊരു ഗാർഡൻ. ട്രെയിൻ കാറാണ്. ഇത് ഫുള്ള് ഏഞ്ചലാണ്, ബ്ലാക്ക് ഏഞ്ചൽ. ഗൈസ്, ഞാനിപ്പോൾ നിൽക്കുന്നത് സെയിൻറ്റ് ഫിലോമിനാസ് ചേർച്ചിൻ്റെ ഫ്രണ്ടിലാണ്. ഇത് ഏഷ്യയിലെ തന്നെ 2ാമത്തെ ഹയസ്റ്റ് പള്ളിയാണ്. ഒരുപാട് ഭക്തരും ടൂറിസ്റ്റ് ആൾക്കാരും വരുന്നൊരു സ്ഥലമാണ്. ഇതാണ് ഇവിടുത്തെ ഫേമസ് വിനായക മൈലറി ഹോട്ടൽ. ദോശയ്ക്കും ഇഡ്ഡലിക്കും ഫേമസ് ആണ്. ദോശയാണ് ഇവിടുത്തെ ഫേമസ്. വളരെ കുഞ്ഞു കടയാണ്, പക്ഷേ ഒരുപാട് ആൾക്കാർ ഇത് രുചി തേടി ഇവിടെ വരാറുണ്ട്. ഇതൊരു സ്ട്രീറ്റാണ്. സ്ട്രീറ്റിൻ്റെ പേരെനിക്ക് കൃത്യമായി അറിയില്ല, പക്ഷേ സിൻസ് 1938 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. തുറക്കാത്തത് കൊണ്ട് അകത്ത് കയറ്റുമോ എന്നറിയില്ല. എന്തായാലും കടയ്ക്കുള്ളിൽ നോക്കാം. ഇതാണ് കടയ്ക്കുള്ളിലുള്ള ഭാഗം. ഇവിടുത്തെ ഹോട്ടൽ ഹനുമന്ത് 1930 ഉള്ള ഹോട്ടലാണ്. ഭയങ്കര തിരക്കാണ്.
ക്യൂ ആണ് ആൾക്കാർ ഇവിടെ നിൽക്കുന്നത്. എന്തായാലും എന്തെങ്കിലും വാങ്ങിക്കാൻ പറ്റുമോ നോക്കിയിട്ട് വരാം. ഒരു മാർക്കറ്റാണ്. ഇവിടെയാണ് ഫേമസ് ആയിട്ടുള്ള ഗുരു സ്വീറ്റ്സ്. ഇവിടെയാണ് പണ്ട് തൊട്ട് മൈസൂർ പാവിന് ഫേമസ് ആയിട്ടുള്ള വാങ്ങാൻ പോവാണ്. ഗായ്സ്, ഇതാണ് ഇവിടുത്തെ ക്ലോക്ക് ടവർ ഫേമസ് ആയിട്ടുള്ള. അവിടെ കുറേ സ്റ്റാച്യൂസ് കാണാം. അത് പാലസിൻ്റെ ബാക്കിലുള്ള സ്റ്റാച്യു റോഡാണിത്. സ്ട്രൈറ്റ് ഒരു ജംഗ്ഷൻ പോലെയാണ് ഈ ക്ലോക്ക് ടവറിൻ്റെ ഇവിടെ. 4 ചുറ്റും റോഡുകളാണ്. ദിസ് ഈസ് ക്ലോസർ ഫോർ ദ ക്ലോക്ക് ടവർ. ഗായ്സ്, ഇതാണ് രഖമ്മ കൈത്തട്ട് ദളപതി സീൻ്റെ ലൊക്കേഷനാണ് പാട്ടിൻ്റെ. എൻജോയ് സീൻ. ശോഭന ഇതുവഴി നടന്നത് ഓർമ്മയില്ലേ? നോ സെന്റിമെന്റ്സ്. ഇതാണ് ദളപതിയിലെ ശോഭനയും രജനീകാന്തും ഇരിക്കുന്ന കുളം. ഇതാണ് ദളപതിയുടെ വേറെ ലൊക്കേഷൻ. സുന്ദരി പാട്ട് തുടങ്ങുമ്പോൾ കാണിക്കുന്ന അമ്പലമാണ്. യുനെസ്കോയുടെ പൈതൃക നഗരമായിട്ടിരിക്കുന്നതാണ്. ഒരുപാട് ഫോട്ടോഷൂട്ട് ചെയ്യാൻ ആൾക്കാർ ഒരുപാട് പേര് വരുന്നുണ്ട്. അടിപൊളി സ്ഥലം, നല്ല ആംബിയൻസ്, ലൈറ്റപ്പ് ഒക്കെ ചെയ്ത് ഭയങ്കര രസകരം കാണാൻ. ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്ന് 3rd ഡേ ആണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടിപ്പു സുൽത്താൻ്റെ ഖബറടത്തിനാണ്. ഇത് ഗുംബാസ് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. മനോഹരമായ ഒരു ഗാർഡനാണ് ഇവിടെ ഉള്ളത്. പലതരം വൃക്ഷങ്ങളുണ്ട്. ലോൺ നന്നായിട്ട് വെച്ചിട്ടുണ്ട്. രാവിലെ 9 മണിയാണ്ട് ആൾക്കാർ കുറവാണ്. ഗൈസ്, ഒരു ഏരിയ മുഴുവൻ ഉറപ്പിച്ച ആളാണ് എൻ്റെ പുറകിൽ ശാന്തനായി കിടന്നിരുന്നത്. സോ ഇത്രയുള്ള ലൈഫ്. ഗൈസ്, ഇതാണ് ടിപ്പു സുൽത്താൻ്റെ വേനൽക്കാല വസതി, സമ്മർ പാലസ്. ഹായ്, ഗുഡ് മോർണിംഗ്. മൈസൂർ സിറ്റിയുടെ ഒരു ഈഗിൾസ് ഐ വ്യൂ ആണ് ഞാൻ ഈ കാണിക്കുന്നത്. ഞാൻ നിൽക്കുന്ന ചാമുണ്ഡി ഹിൽസിലാണ്. ഇവിടെ നിന്നാൽ മൈസൂർ സിറ്റിയുടെ 3/4 ഭാഗം കാണാൻ സാധിക്കും. ഗൈസ്, ഇതാണ് വൃന്ദാവൻ ഗാർഡൻ്റെ ഒരു ടോട്ടൽ വ്യൂ. അങ്ങ് ദൂരെ അങ്ങ് 1 കിലോമീറ്റർ അപ്പുറം വരെ ഉണ്ട് ഈ സംഭവം. അവിടുന്ന് മേളിലോട്ടൊന്ന് താഴെ നോക്കിയാൽ ഭംഗിയായിരിക്കും കാണാൻ. ഇവിടെ എനിക്ക് വലിയ പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല. പക്ഷേ ഒരു വെൽ മെയിൻറ്റൈൻഡ് ഗാർഡനാണ്, മലമ്പുഴയൊക്കെ ഉള്ളതുപോലെ. ലുക്കി നൈസ്. കുറച്ച് കഴിഞ്ഞ് ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. ചാമുണ്ഡി ഹിൽസിൽ വെൽക്കം എഴുതി കാണിക്കുന്നതാണ്. ഇപ്പോൾ അത് ഓഫായി. ഇനി ഉടൻ തന്നെ ഇതാ ഇംഗ്ലീഷ് എഴുതി കാണിക്കുന്നുണ്ട് വെൽക്കം എന്ന്. ആൻഡ് ദിസ് ഈസ് കൊട്ടാരം. നമ്മളെല്ലാം ആഗ്രഹിച്ച മൈസൂർ കൊട്ടാരം ലൈറ്റപ്പ് ചെയ്ത് ഇങ്ങനെയാണ് കാണുന്നത്. ലൈവ് മ്യൂസിക് നടപ്പുണ്ട്. ലെറ്റ്സ് സീ.
നിൽക്കുന്ന റോഡിൻ്റെ ഡെക്കറേഷനാണ് കാണുന്നത്. ഗൈസ്, നേരം വെളുത്ത് 6 മണിയായിട്ടുള്ളൂ. ഭയങ്കര തിരക്കാണ്. ഒരു ഫ്ലവർ മാർക്കറ്റാണ്. നമുക്കത് കണ്ടു കഴിഞ്ഞാൽ അന്തം വിട്ടു. ഇത്രയും പൂക്കളൊക്കെ രാവിലെ ഇവിടുന്ന് വന്നതാണ്. വണ്ടി നിറച്ചും പൂക്കൾ എത്തിയിട്ടുണ്ട്. ഇത്രയും പൂക്കളാണ് ഇതിൻ്റെ ഉള്ളത്. കോവാളയിൽ പോലും ഇങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. ആൾക്കാരൊന്നും നിലയിലും വിളിക്കുന്നുണ്ട് ഫ്ലവർ. ഗൈസ്, ഇതാണ് ശ്രീ ശരേന്ദ്രേന്ദ്ര സൂവോളജിക്കൽ ഗാർഡൻ സംഭവം. നമുക്ക് സൂ അവിടെയാണെങ്കിലും ടിക്കറ്റ് കൊടുക്കേണ്ടത് ഈ ഒരു ഭാഗത്താണ്. ഇവിടെ നിന്നാണ് പോകേണ്ടത്. ഗൈസ്, ബഗീൽ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. മൈസൂർ സൂ ആണ്. നമുക്ക് ഒരുപാട് ആൾക്കാരെ കാണാൻ സാധിക്കും. ഏതാണ്ട് ട്രിവാൻഡ്രം സൂ പോലൊക്കെ തന്നെയാണ്. ഇത് ഫുൾ ബേർഡ്സിൻ്റെ ഏരിയയാണ്. രണ്ട് റൈനോസറസുകളുണ്ട്. ഇവർ ബുദ്ധ സന്യാസിമാരാണ്. കർണാടകത്തിൽ താമസിക്കുന്നതാണ്. ഇന്ത്യയാണ് ഇവർക്ക് അഭയം കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഗൈസ് ജിറാഫിൻ്റെ സെക്ഷൻ. ഗൈസ്, ഇതാണ് അനക്കണ്ട. നമ്മുടെ അനക്കിയാൽ ഇല്ല പൈസ ഉണ്ടായി. നമ്മുടെ ട്രിവാൻഡ്രം മ്യൂസിയം പോലെ തന്നെയാണ് മൈസൂർ മ്യൂസിയവും. നിങ്ങൾ കാണാൻ സാധിക്കും, ഒരു നല്ലൊരു കാടിൻ്റെ അന്തരീക്ഷം തന്നെയാണ് ഇവിടെയൊക്കെ ചെയ്തിരിക്കുന്നത്. ധാരാളം മരങ്ങളുണ്ട് ഇവിടെ. നല്ല വഴിയും നല്ല വൃത്തിയുള്ള സംഭവങ്ങളൊക്കെയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ക്രമീകരിക്കുന്ന രീതി തന്നെ നല്ല രസമാണ്. വെൽ മെയിൻറ്റൈൻഡ് സൂ ആണ് ഇത്. നമ്മളിപ്പോൾ കാണുന്നത് സ്നേക്കിൻ്റെ റെപ്റ്റൈൽ ഹൗസ് പോലത്തെ ഒരു സംഭവമാണ്. ഒരുപാട് ധാരാളം ആൾക്കാർ ഈ ദസറ പ്രമാണിച്ച് ഇവിടെ എത്തുന്നുണ്ട്. സോ ദിസ് ഇസ് അമേസിങ്. ഗുഡ് മോർണിംഗ് ഗൈസ്. അങ്ങനെ നമ്മൾ മൈസൂരിനോട് വിട പറയാൻ സമയമായി. ഇതാണ് ഞാൻ ഇന്നലെ വരെ താമസിച്ച മുറി. നല്ല മുറിയാണ്. ഹോട്ടൽ ലൂസി ഇൻ്റർനാഷണൽ. ആരെങ്കിലും മൈസൂർ വരികയാണെങ്കിൽ തങ്ങാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യും. വലിയ അടിസ്ഥാന സൗകര്യങ്ങൾ മാത്രമേ ഉള്ളൂ. വലിയ 5 സ്റ്റാർ ഒന്നുമല്ല. എന്നാലും എവറിത്തിങ് വാസ് ഗുഡ്. സോ സേ ഗുഡ് ബൈ ടു ദ റൂം. താങ്ക് യു.